മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് വിമതരും DCCയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. BJP പിന്തുണയോടെ അധികാരത്തിലേറിയ ഭരണസമിതി രാജിവെക്കണമെന്ന DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ അന്ത്യശാസനം വിമതർ തള്ളിയതോടെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് പുറത്താക്കിയ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ വ്യക്തമാക്കി. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ 8 അംഗങ്ങളെ അയോഗ്യരാക്കുമെന്ന DCC മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് വിമതരുടെ ഈ തുറന്ന വെല്ലുവിളി. കൂറുമാറ്റ നിയോജന നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന നിലപാടിൽ നിന്ന് DCC പിന്നോട്ടില്ലെന്ന സൂചനയും ശക്തമാണ്. പ്രതിസന്ധി KPCC നേതൃത്വവുമായി നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമമെന്നാണ് TM ചന്ദ്രൻ പറയുന്നത്. DCCയുമായി ഇനി ചർച്ചയില്ലെന്നും KPCCക്ക് വിധേയരായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. കൈപ്പറ്റ് ചിഹ്നത്തിൽ മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ പരാതി നൽകിയിട്ടും അന്ന് നടപടിയെടുക്കാത്ത DCC പ്രസിഡന്റ് ഇപ്പോൾ BJP പിന്തുണ ലഭിച്ചതിന്റെ പേരിൽ മാത്രം നടപടിക്ക് ഒരുങ്ങുകയാണെന്ന ആരോപണവും ചന്ദ്രൻ ഉന്നയിച്ചു. BJPയുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ലെന്നാണ് വിമതരുടെ ആവർത്തിച്ചുള്ള വാദം. കോൺഗ്രസ് വിമതനായ KR ഔസേപ്പിനെ CPM പിന്തുണച്ചതോടെ LDFന് ഭരണം ലഭിക്കാതിരിക്കാനാണ് BJP പിന്തുണ സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. പുറത്താക്കിയ 10 പഞ്ചായത്ത് അംഗങ്ങളെയും 2 ഭാരവാഹികളെയും തിരിച്ചെടുത്താൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നും എന്നാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ലെന്നും വിമതർ ഉപാധി വെച്ചു. DCC ഔദ്യോഗിക വിപ്പ് നൽകിയിട്ടില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം KR ഔസേപ്പിന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി TM ചന്ദ്രനും രംഗത്തെത്തി. 23-ാം തീയതി വീട്ടിലെത്തി BJPയുമായി കൂട്ടുകൂടാൻ ആവശ്യപ്പെട്ടുവെന്ന ഔസേപ്പിന്റെ ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് ചന്ദ്രൻ പറഞ്ഞു. പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് വീട്ടിലെത്തിയതെന്നും അവിടെ വെച്ച് ഇത്തരത്തിൽ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആരോപണം തെളിയിച്ചാൽ പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്നും ചന്ദ്രൻ വെല്ലുവിളിച്ചു. BJPയുമായി കൂട്ടുകൂടാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് LDFനെ പിന്തുണച്ചതെന്ന ഔസേപ്പിന്റെ വാദവും അദ്ദേഹം തള്ളി. 26-ാം തീയതി നടന്ന വാർഡ് പ്രവർത്തകരുടെ യോഗത്തിൽ ഔസേപ്പ് പങ്കെടുത്തതിന്റെ രേഖകളും ചന്ദ്രൻ പുറത്തുവിട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ നിലവിലെ കക്ഷിനില LDF 10, കോൺഗ്രസ് 8, BJP 4, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് UDFലെ 8 വാർഡ് അംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. തുടർന്ന് വിമതരെ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് നിലവിലെ ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടത്. കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസിയെ മുൻനിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇപ്പോഴത്തെ നാടകീയ നീക്കങ്ങൾ. ഇതിനിടെ കോൺഗ്രസ് BJP അന്തർധാര സജീവമാണെന്ന ആരോപണമുയർത്തി മറ്റത്തൂർ മോഡൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ആയുധമാക്കാനാണ് LDFന്റെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം മുതൽ രാഷ്ട്രീയ അട്ടിമറി സാധ്യതകൾ തിരിച്ചറിയുന്നതിൽ വരെ DCCക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന വിമർശനം പാർട്ടിക്കകത്ത് ശക്തമാണ്. നിലവിലെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കോടതിയിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ടെന്ന സൂചനകളോടെയാണ് മറ്റത്തൂർ രാഷ്ട്രീയം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നത്.